നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നൂറനാട് മറ്റപ്പള്ളി ഉളവുകാട് ആദർശ് ഭവനിൽ അമ്പിളി എന്ന 36 വയസ്സുകാരി കൊല്ലപ്പെട്ട കേസിൽ ഭർത്താവ് സുനിൽകുമാറും സുഹൃത്തുമായിട്ടുള്ള ശ്രീലത എന്ന 53 വയസ്സുകാരിയെ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ് പോലീസ്. ഇതിനായി പോലീസിനെ സഹായിച്ചതാകട്ടെ കഴുത്തിലെ ഒരു കെട്ടും. അമ്പിളിയെ തൂക്കാൻ കഴുത്തിൽ കെട്ടിയ കെട്ട് സുനിലിന് കുരുക്കായതായി അന്വേഷണം നടത്തിയ അന്നത്തെ നൂറനാട് SI വി ബിജു പറയുന്നു. ദൃക്സാക്ഷികളോ തെളിവുകളോ ഇല്ലാതിരുന്ന കേസിൽ സുനിൽ അമ്പിളിയുടെ കഴുത്തിൽ കയർ ഉപയോഗിച്ചു കെട്ടിയ കുരുക്കാണ് പോലീസിന് പിടിവള്ളിയായത്. തടി വലിക്കാൻ ഉപയോഗിക്കുന്ന വടം കെട്ടുന്ന കയറാണ് അമ്പിളിയുടെ കഴുത്തിൽ കാണപ്പെട്ടത്. സാധാരണ ആത്മഹത്യ ചെയ്യുന്നവരുടെ രീതിയിലായിരുന്നില്ല കഴുത്തിലെ കുരുക്ക്. മരം വെട്ട് തൊഴിലാളിയായ സുനില് തടിയിൽ കെട്ടുന്ന മാതൃകയിലായിരുന്നു അമ്പിളിയുടെ കഴുത്തിൽ കയറ് കെട്ടിയത്. ഈ കെട്ടാണ് സംശയത്തിന് ഇടയാക്കിയത്. അമ്പിളിയെ കെട്ടിത്തൂക്കിയ ശേഷം വീടിന് സമീപത്തുള്ള കടയിൽ പോയി തിരികെ എത്തിയ സുനിൽ മരണമുറപ്പിച്ചു. തുടർന്ന് സമീപവാസിയായ സ്ത്രീയോട് അമ്പിളി തൂങ്ങി മരിച്ചതായി പറഞ്ഞു. സമീപത്തുള്ളവരുടെ സഹായത്തോടെ അമ്പിളിയെ കെട്ടഴിച്ചിറക്കി അടൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ സംശയം പ്രകടിപ്പിച്ചതോടുകൂടി അന്വേഷണം ഊർജിതമാക്കുകയായിരുന്നു. 2018 മെയ് 27-നാണ് വീടിന്റെ ഈ സ്റ്റെയർ കേസിന് അടിയിലുള്ള ഹുക്കിൽ തൂങ്ങി മരിച്ച നിലയിൽ അമ്പിളിയെ കാണപ്പെട്ടത്. ശ്രീലതയ്ക്കൊപ്പം ജീവിക്കാനായി അമ്പിളിയെ ആക്രമിച്ചു ബോധം കിടത്തിയ ശേഷം സുനിൽകുമാർ കയറ് കഴുത്തിൽ കുരുക്കി കെട്ടിത്തൂക്കി കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് കേസ്. ശ്രീലതയുടെ പ്രേരണയിലാണ് കൊലപാതകം ചെയ്തതെന്നും കണ്ടെത്തിയിരുന്നു. സുനിൽ മരം വെട്ട് തൊഴിലാളിയാണ്. ഇരുവരും കുറ്റക്കാരാണെന്ന് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി PG ശ്രീദേവി വിധിച്ചു. ശിക്ഷ 12-ന് വിധിക്കും. മാവേലിക്കര SHO ആയിരുന്ന P ശ്രീകുമാർ അന്വേഷിച്ചാണ് കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സന്തോഷ് കുമാറും ഹാജരായി. എന്തായാലും ഈ മാസം 12-ന് ശിക്ഷ പുറത്തുവരും. എന്തായാലും 46 വയസ്സുകാരന്റെയും 53 വയസ്സുകാരുടെയും പ്രണയമായിരുന്നു 36 വയസ്സുകാരിയായ അമ്പിളി എന്ന വീട്ടമ്മയെ കൊല്ലാൻ പ്രേരണയായിട്ടുള്ളത് എന്നുള്ളതാണ്. സ്വന്തം ഭാര്യയെ കെട്ടിത്തൂക്കി മറ്റൊരു ഭാര്യയോട് ജീവിക്കാമെന്ന വ്യാമോഹം പോലീസിന്റെ കൃത്യമായ ഇടപെടലോടുകൂടി അത് തടസ്സപ്പെടുകയായിരുന്നു. എന്തായാലും ശിക്ഷാവിധി എന്താകുമെന്ന് കണ്ടറിയാം.